ഹലോ മക്കളെ, ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു കോട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ക്ലാരിറ്റി കംസ് ഫ്രം ആക്ഷൻ നോട്ട് തോട്ട് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? വ്യക്തത വരുന്നത് പ്രവൃത്തിയിലൂടെയാണ്, അല്ലാതെ ചിന്തയിലൂടെയല്ല എന്നാണ് പറയുന്നത്. അതായത് എന്താണ് ഈ വ്യക്തത? നമ്മുടെ രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2025 ജനുവരി 1 സ്റ്റാർട്ട് ചെയ്തപ്പോൾ പല ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്ത മക്കളാവും നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, നല്ല രീതിയിൽ പഠിച്ച് പാരൻസിനെ പ്രൗഡാക്കണം, അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയിട്ടൊന്ന് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം തുടങ്ങിയ പല രീതിയിലുള്ള റെസൊല്യൂഷൻസ് നിങ്ങൾ ഓരോരുത്തരും എടുത്തിട്ടുണ്ടാവും. നിങ്ങളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഒക്ടോബർ മാസമായി, 2 മാസം കൂടി കഴിഞ്ഞാൽ 2025 കഴിയാണ്. ഈ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയാം, നിങ്ങളുടെ ഡെഡിക്കേഷന് നിങ്ങൾ എത്ര % മാർക്ക് കൊടുക്കുമെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ 100% കൊടുക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ 0% കൊടുക്കുന്നവരുണ്ടാവും. സാർ ഒന്ന് കാണട്ടെ, നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് ആൻസർ പറയുന്നു നോക്കട്ടെ. ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് ഔട്ട് ഓഫ് 100 എത്രയാണെന്ന് പറയാം. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജനുവരി 1 മുതൽ ജിമ്മിനൊക്കെ പോയിട്ട് ബോഡിയൊക്കെ ഒന്ന് സെറ്റാകാമെന്ന് വിചാരിച്ചു. എൻ്റെ ബോഡി കണ്ട നിങ്ങളിപ്പോൾ ഒരു ഫെബ്രുവരി വരെയൊക്കെ പോയിട്ടോ. ഫെബ്രുവരി വരെയൊക്കെ നമ്മൾ ജിമ്മിലൊക്കെ പോയി. പിന്നെ ബാക്കൗട്ട് ചെയ്യേണ്ടി വന്നു, പല സാഹചര്യങ്ങൾ കൊണ്ട് ബാക്കൗട്ട് ചെയ്യേണ്ടി വന്നു. അതുപോലെ നിങ്ങളുടെ കേസിലാണെങ്കിൽ പഠനത്തിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് എന്താ പറയുക മാറ്റങ്ങൾ കൊണ്ടുവരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം. സ്റ്റിൽ പലർക്കും അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണെന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി ആലോചിക്കേണ്ട. പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എക്സാംസ് ഓരോ വർഷം കൂടുന്തോറും ടഫായിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ. പ്രകാശത്തിൻ്റെ പ്രതീക്ഷയുടെ നാളുകളാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ വരുന്ന തിങ്കളാഴ്ച ദീപാവലിയാണ്. ദീപാവലി പ്രമാണിച്ച് നിങ്ങൾക്ക് അവധിയുണ്ട്. ദീപാവലി എന്ന് പറഞ്ഞാൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കണ പോലെ നമുക്ക് ദീപാവലിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് റെസൊല്യൂഷൻസ് എടുക്കാം. അതുപോലെ ഒരുപാട് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന കാര്യമാണ് ദീപാവലി എന്ന് പറയുന്നത്. അപ്പോൾ ദീപാവലി പ്രമാണിച്ച് നിങ്ങളുടെ എക്സാമിനർ ഫാമിലി, നിങ്ങളുടെ എക്സാമിനർ ഫാമിലിയുടെ നമ്മുടെ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് അടിപൊളി ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഓരോ ബാച്ചിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റോട് കൂടി നമുക്കിനി പഠിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 7ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ ദീപാവലിക്ക് മുന്നേ ജോയിൻ ചെയ്യണമെങ്കിൽ 2000 രൂപ അടയ്ക്കണമായിരുന്നു. അതിപ്പോൾ 1499 എന്നുള്ള ആ ഒരു എമൗണ്ടിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇപ്പോൾ 7ാം ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ ശക്തി ബാച്ച് 8ാം ക്ലാസ്സിലെ മക്കളാണെങ്കിൽ നിങ്ങൾ വെറും 1999 രൂപയും, ആൽഫ ബാച്ചിലെ മക്കളാണെങ്കിൽ 2199 രൂപയും. ഇനി നമ്മുടെ SSLC ശക്തി ബാച്ച് എന്ന് പറയുന്നത് SSLC ലക്ഷ്യ ബാച്ചിലെ മക്കളാണെങ്കിൽ നിങ്ങൾ 2699 ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി CBSE മക്കൾക്കും പ്രൈസിൽ ഡിഡക്ഷൻ ഉണ്ട്. 4000 രൂപയുള്ള ഫീസ് 2999 രൂപയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഡക്ഷനിൽ ഉണ്ടാകുന്ന ആ ഒരു കുറവ് നിങ്ങൾ എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ച്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കാൻ പറ്റാത്തവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ആ തോട്ടിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ റെസൊല്യൂഷൻ എടുക്കുന്നുള്ള ചിന്തയിൽ മാത്രം ഇരുന്നുകൊണ്ട് കാര്യമില്ല. അത് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കണം. നിങ്ങളത് ജീവിതത്തിലേക്ക് എത്രമാത്രം അടിപൊളിയായിട്ട് പ്രാവർത്തികമാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ചേഞ്ചസ്, നമുക്ക് മാറ്റങ്ങൾ അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ മാറ്റങ്ങൾ നമ്മളായിട്ട് മാറിയാൽ മാത്രമാണ് മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടാവും എന്നറിയാം. സോ ആദ്യം പറഞ്ഞ കാര്യം മറക്കേണ്ട. നിങ്ങൾ സ്വയം സെൽഫായിട്ട് നിങ്ങളെ എത്ര വാല്യുവേറ്റ് ചെയ്യും, എത്ര മാർക്ക് കൊടുക്കുമെന്ന് താഴെ നിന്ന് കമന്റ് ചെയ്യുക. സോ ഓഫറിൻ്റെ കാര്യം മറക്കേണ്ട. ഇതുപോലെ രസകരമായ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.